ഞാൻ ഈ ചെയ്യുന്ന വീഡിയോകളൊന്നും ആരും കാണില്ല എന്നെനിക്കൊരു ഉറപ്പുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഞാൻ ചെയ്ത 2-3 വീഡിയോസിൽ ആരും ഒറ്റ മനുഷ്യൻ പോലും ഒരാൾ പോലും ആ വീഡിയോ കണ്ടിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അധികം ആരും കാണാൻ ചാൻസ് ഇല്ല. ഈവൻ ഒരാൾ കണ്ട അത് മഹാഭാഗ്യമാണെന്ന് ഞാൻ കരുതും. ഞാൻ ഇന്ന് നിങ്ങളോട് കാണിക്കാൻ പോകുന്ന കുറച്ച് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ചാർട്ടേ ഉള്ളൂ. നിങ്ങൾ ഈ കാണുന്നതാണ് ദ പ്രൈസ് ഓഫ് എ ഹോം. അതായത് US 2016 ഒരു ആവറേജ് ഹോമിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $2,88,000. അന്നത്തെ ബിറ്റ്കോയിൻ്റെ വില അനുസരിച്ച് ഏകദേശം 664 ബിറ്റ്കോയിൻ വേണം ആ വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ. 2020 ആ 2,88,000 എന്നുള്ളത് 3,28,000 രൂപയായിട്ട് ഉയരുന്നു പ്രൈസ്, വീടിൻ്റെ പ്രൈസ്. അവിടെ 45 BTC മാത്രം മതി അന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ വാങ്ങിക്കാൻ. 2024 ആ 2016 2,88,000 കടന്ന സാധനം 8 കൊല്ലത്തിനിപ്പുറം $4,34,000 കൂടി. ഓക്കെ, പ്രൈസ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ആ വീട് വാങ്ങണമെങ്കിൽ വെറും 6.6 ബിറ്റ്കോയിൻ മതി. ഇതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2016 ഒരാളുടെ കയ്യിൽ 664 ബിറ്റ്കോയിൻ ഉണ്ടെന്ന് വെക്കുക. ഓക്കെ, 2024 ആകുമ്പോൾ ആ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ ആ ഹൗസിൻ്റെ പ്രൈസ് കൂടുന്നുണ്ട്, 4,34,000 എങ്കിൽ പോലും 2016 664 ബിറ്റ്കോയിൻ സൂക്ഷിച്ചിരുന്ന ഒരാൾക്ക് അതിനകത്തുനിന്ന് വെറും 6.6 ബിറ്റ്കോയിൻ ചിലവാക്കിയാൽ മാത്രം മതി 2024 ഒരു വീട് വാങ്ങിക്കാൻ. അതായത് ബിറ്റ്കോയിൻ നിങ്ങൾ സേവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പർച്ചേസിങ് പവർ കൂടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഞാൻ വേറൊരു സിനാറിയോ പറഞ്ഞുതരാം. 2016 നിങ്ങൾ വീട് വാങ്ങിക്കാതെ ആ $2,88,000 ബാങ്കിൽ ഇട്ടേക്കുവാണെന്ന് കരുതുക. 2020 നിങ്ങൾക്ക് അതേ വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പൈസ ഉണ്ടാക്കണം. 3,28,000 ആ എത്രയാണോ ഡിഫറൻസ് അത്രയും നിങ്ങൾ ഉണ്ടാക്കണം. അതല്ല 2024 നിങ്ങൾ 2016 2,88,000 രൂപ ബാങ്കിലിടുന്നു. ആ പൈസ എടുത്ത് 2024 അതേ വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4,34,000 കൊടുക്കണം. അതായത് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ ആഡ് ചെയ്യണം. പക്ഷേ ബിറ്റ്കോയിൻ്റെ കേസിൽ നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്ത്, നിങ്ങൾ ഉദാഹരണം 2,88,000 രൂപയ്ക്ക് 664 ബിറ്റ്കോയിൻ വാങ്ങിച്ചെങ്കിൽ 2024 നിങ്ങൾ ബിറ്റ്കോയിൻ വളരെ കുറവാണ് സ്പെൻഡ് ചെയ്യുന്നത്. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം വ്യക്തമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇറ്റ് വിൽ ബ്ലൂ യുവർ മൈൻഡ്. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേർക്ക് ഇത് മനസ്സിലാവും. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോൾ ഒരു 35,000 രൂപ നിങ്ങൾ ബിറ്റ്കോയിനിൽ എടുത്ത് ഇട്ടെന്ന് വിചാരിക്കുക. ഒരു 35,000 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ എന്ത് മേടിക്കാൻ ഒക്കൂടൂ? ഒരു നല്ലൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ നോക്കും അല്ലേ? 35,000 രൂപയ്ക്ക് നല്ലൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ നോക്കും. ഒരു 4 കൊല്ലത്തിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ 2028 ഈ വാഷിംഗ് മെഷീൻ്റെ വില ചിലപ്പോൾ 35,000 നിന്ന് 45,000 ആയേക്കാം. ഓക്കെ, ഈ 35,000 രൂപയ്ക്ക് നിങ്ങൾ ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നു. അതേസമയം തന്നെ നിങ്ങൾ ഈ 35,000 രൂപ എടുത്ത് ബാങ്കിലിടുന്നു. ഈ ബാങ്കിൽ ഇട്ടേക്കുന്ന ഈ 35,000 രൂപ എടുത്തിട്ട് 2020 ഒരു നല്ലൊരു വാഷിംഗ് മെഷീൻ, അതേപോലത്തെ ഒരു വാഷിംഗ് മെഷീൻ മേടിക്കാനാണെങ്കിൽ നിങ്ങൾ 45,000 രൂപ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു 40,000 രൂപ കൊടുക്കേണ്ടി വരും. ഒരു എക്സ്ട്രാ 5,000 രൂപ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതേസമയം നിങ്ങൾ 35,000 രൂപ കൊടുത്ത് മേടിച്ച ബിറ്റ്കോയിൻ മേടിക്കുകയാണെങ്കിൽ 2028 നിങ്ങൾ ആ 35,000 രൂപയ്ക്ക് കിട്ടിയ എത്ര ബിറ്റ്കോയിനാണോ, ഒരു ബിറ്റ്കോയിൻ്റെ എത്ര ശതമാനമാണോ കിട്ടിയേക്കുന്നത്, അതിൻ്റെ പകുതി ചിലവാക്കിയാൽ മതിയായിരിക്കും അന്നത്തെ 2028 അതേ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് മേടിക്കാൻ. അതായത് നിങ്ങളുടെ പർച്ചേസിങ് വാല്യൂ കൂടുകയാണ്. അതാണ് പറഞ്ഞത്, നിങ്ങൾ 1 രൂപ ബിറ്റ്കോയിൻ ഇടുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം നിങ്ങൾ 100 രൂപ ബിറ്റ്കോയിൻ ഇടുകയാണെങ്കിൽ ആ 100 രൂപയ്ക്ക് എന്ത് മേടിക്കാൻ ഒക്കുമോ? 3-4 കൊല്ലത്തിന് ശേഷം അതിൻ്റെ പകുതി ചിലവാക്കിയാൽ മതി അതേ സാധനം മേടിക്കാൻ. ഇത് എത്ര പേർക്ക് മനസ്സിലാവും? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിറ്റ്കോയിൻ 21 മില്യണേ ഉള്ളൂ. ഓക്കെ, അതിന് വാല്യൂ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അത് വേറൊരു ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ
നമ്മുടെ ബ്ലാക്ക് റോക്ക്, അതായത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജർ, ഈവൻ US ഗവൺമെൻറ്റിന് ചില സമയങ്ങളിൽ അഡ്വൈസ് കൊടുക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ഫൈനാൻഷ്യലി വലിയ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അസറ്റ് മാനേജറാണ് ബ്ലാക്ക് റോക്ക്. അവർ 2016-ലും 2018-ലും ബിറ്റ്കോയിൻ എതിരായിരുന്നു. അവർ പറയുന്നത് ബിറ്റ്കോയിൻ സ്കാമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ക്രിമിനൽസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പറയുന്നു. അന്ന് പറഞ്ഞു, പല ഇൻ്റർവ്യൂകളിലും ലാരി ഫിങ്കർ, അതായത് ബ്ലാക്ക് റോക്കിൻ്റെ CEO പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈയിടെ അദ്ദേഹം നേരെ തിരിയുന്നു. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അസറ്റാണ് ബിറ്റ്കോയിൻ. എന്താണ്? ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള അസറ്റാണ് ബിറ്റ്കോയിൻ. ഈവൻ 85% മുകളിൽ അവരുടെ ഏറ്റവും വലിയ ക്ലയൻസിനെ റെക്കമെൻഡേഷൻ ചെയ്യുന്നു അവരുടെ പോർട്ട്ഫോളിയോയിൽ. അദ്ദേഹം പറയുന്നു, നിങ്ങൾ 85% ബിറ്റ്കോയിനാണ് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. സം കേസസിൽ അതിൽ കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അവരിത് നേരെ തിരിയുന്നു. അവരതിന് ശേഷം പറയുന്നതാണ്, അദ്ദേഹം പറയുകയാണ്, എൻ്റെ റിസർച്ചിലൂടെ എനിക്ക് മനസ്സിലായത് ബിറ്റ്കോയിൻ നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല, അതിനും മുകളിലാണ്. അത് ഫ്യൂച്ചറിൽ നമുക്കറിയാൻ നോക്കും. നിങ്ങൾക്കറിയായിരിക്കും, ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷനിലാണ് അല്ലേ. ഇൻ്റർനെറ്റിന് മുകളിൽ എന്തെല്ലാം കാര്യങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. 10, 25, 30 കൊല്ലത്തെ പഴക്കം കാണും ഈ ഇൻ്റർനെറ്റിന് ഒരു പബ്ലിക്കിലേക്ക് വന്നിട്ട് കൂടി വന്ന ഒരു 24, 25, 24 ഒരു 10-30 കൊല്ലം ആയി കാണുമായിരിക്കും. എനിക്ക് എക്സാക്ട്ലി ഇയേഴ്സ് എനിക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞത്, ഇപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ഒരു ബേബി സ്റ്റേജാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. അതിന് മുകളിൽ എന്തെല്ലാം കാര്യം നമ്മൾ ബിൽഡ് ചെയ്യുന്നു ഇപ്പോൾ, അല്ലേ? അതേപോലെ തന്നെയാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ബിറ്റ്കോയിൻ ഇപ്പോൾ വന്നിട്ട് ഏകദേശം 15 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്യാൻ പോകുന്നത് മോണിറ്ററി ബേസ് ചെയ്തിട്ടുള്ള പല ഇന്നോവേഷൻസുമാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇൻ്റർനെറ്റിൻ്റെ മുകളിൽ ഇൻഫർമേഷൻ ആണെങ്കിൽ ബിറ്റ്കോയിൻ്റെ മുകളിൽ മോണിറ്ററി ബേസ് ചെയ്തുള്ള സിസ്റ്റമാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റ് ആദ്യം യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇമെയിൽ അയക്കാൻ വേണ്ടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൈമാറാനുള്ള ഒരു ബേസിക് ഉപായം. ഇന്ന് അതിൻ്റെ പുറത്ത് ഇമെയിൽ മാത്രമാണോ? എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളതിൻ്റെ പുറത്ത്. ഈ ഇൻ്റർനെറ്റില്ലാതെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ നോക്കുമോ? അന്ന് ഇൻ്റർനെറ്റ് ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഇത് സ്കാമാണെന്നാണ്. ഇൻ്റർനെറ്റ്, ബിറ്റ്കോയിൻ ഇപ്പം സ്കാമാണെന്ന് പറയുന്ന പോലെ അന്ന് സ്കാമാണെന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന സ്കാമോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു അസറ്റ് മാത്രമല്ല, അതിനപ്പുറം കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ബിറ്റ്കോയിൻ സ്കാം ആണെന്നോ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ എന്താണെന്ന് അറിയാത്ത നിങ്ങളോട് ഇപ്പോൾ അത് പറയുന്നിട്ട് യാതൊരു കാര്യമില്ല. ഫസ്റ്റ് ബിറ്റ്കോയിൻ എന്താണെന്ന് പഠിക്കുക. ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഈ പ്രൈസിൽ ഇപ്പോൾ ഏകദേശം 60,000 62,000 രൂപയ്ക്കാണ് ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ പ്രൈസിൽ ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ ഏതാനും മാസങ്ങളേ ഉള്ളൂ, ഏതാനും വീക്കുകളേ ഉള്ളൂ എന്ന് പറഞ്ഞ ഓരോ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ ഈ പ്രൈസിൽ വാങ്ങിക്കാൻ. അതായത് നമ്മുടെ ഈ ലൈഫ് ടൈമിൽ $62,000 നിൽക്കുന്ന ബിറ്റ്കോയിൻ വാങ്ങിക്കാൻ ഈ സമയത്തെ പറ്റൂ. കാരണം പ്രൈസ് എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇവിടുന്ന് ഈ 62,000 നിന്ന് 100K കഴിഞ്ഞ് 150K കഴിഞ്ഞ് ബിറ്റ്കോയിൻ പോകാൻ പോവുകയാണ്. അത് അടുത്ത 18 മാസത്തിനകമാണ് ഞാൻ ഈ പറയുന്ന ഈ പ്രൈസ് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ബിറ്റ്കോയിൻ. ഓക്കെ, പറഞ്ഞു വന്നത്, ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഈ അസറ്റ് മാനേജർ ഇപ്പോൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പർച്ചേസിംഗ് പവർ ഓഫ് ദ US dollar ഹാസ് ഡിക്ലൈൻഡ് സിഗ്നിഫിക്കൻ്റ്ലി ഓവർ ടൈം. അതായത് 1913 $1 ഡോളറായിരുന്ന US ഡോളറിൻ്റെ വാല്യൂ 2023 അതിൻ്റെ വാല്യൂ 0.03 ആണ്. ഓൾമോസ്റ്റ് 99% ഈസ് ലോസ്റ്റ് അല്ലേ? നിങ്ങളിത് കാണുന്നത് 99% US ഡോളറിൻ്റെ വാല്യൂ ലോസ്റ്റ് ആയത്. ഞാനല്ല പറയുന്നത്, ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുള്ളായിട്ടുള്ള അസറ്റ് മാനേജർ ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലേ?
അതുകൊണ്ട് ഞാൻ പറയുന്നത് ബിറ്റ് കോയിൻ എന്താണെന്ന് നിങ്ങൾ പഠിക്കാതെ ബിറ്റ് കോയിൻ എന്താണെന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പെർഫോമൻസ് ഉള്ള റിട്ടേൺസ് തരുന്ന ഒരു അസറ്റാണ്. ആ ഒരു അസറ്റിനെ ഞാൻ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലാക്കും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. ആ സമയങ്ങളിൽ ബിറ്റ് കോയിൻ പ്രൈസ് നിങ്ങൾക്ക് തൊടാൻ ഒക്കില്ല. ബിറ്റ് കോയിൻ 1% പോലും ആവറേജ് മലയാളികൾക്ക് വാങ്ങിക്കാൻ ഒക്കില്ല. ഓക്കെ, ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് നിങ്ങൾ പലരാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ശശി തരൂർ ബിറ്റ് കോയിൻ്റെ ETF അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് തോന്നുന്നത് എല്ലാ മത്സരത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ നിൽക്കുന്ന എല്ലാ ആളുകളും അവരുടെ സ്വത്ത് വിവരങ്ങൾ രേഖപ്പെടുത്തണം. ആ സമയത്താണെന്ന് തോന്നുന്നു ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള ഈ ബിറ്റ് കോയിനെ കുറിച്ച് റിവീൽ ചെയ്യുന്നത്. ഓക്കെ, അത് എത്ര പേർക്കുണ്ടെന്ന് അറിയത്തില്ല. ഇത് സ്കാം ആണെങ്കിൽ അദ്ദേഹം ഇത് മേടിക്കുമോ? ഒരിക്കലുമില്ല. ഇത് സ്കാം ഒന്നുമല്ല, അതിക്കും മേലെയാണ് ഈ സാധനം. ഈ ബിറ്റ് കോയിൻ എന്താണെന്നുള്ളത് ഞാൻ ഏകദേശം ഒരു 1.5 കൊല്ലം എടുത്തു ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഞാൻ ആദ്യകാലങ്ങളിൽ ഇതിനെക്കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഏകദേശം 1.5 കൊല്ലം എടുത്തു ഇതിനെക്കുറിച്ച് പഠിക്കാൻ, ഇത് എന്താണെന്ന് മനസ്സിലാവാൻ. ബിറ്റ് കോയിനെ കുറിച്ച് കൂടുതൽ പഠിക്കും തോറും നിങ്ങളുടെ മൈൻഡ് ബ്ലൂ ചെയ്യും. നിങ്ങൾക്കിത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം പേടി കിട്ടി തുടങ്ങും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇത് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. നിങ്ങളിത് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ സ്റ്റോക്കിലിടാറുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത് അതുക്കും മേലാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്നത്. ഇത് അതുക്കും മേലാണ്. നിങ്ങൾ എന്താ പറയുക, അതിൻ്റെ വാല്യൂ എനിക്ക് പറഞ്ഞു തരാൻ ഒക്കത്തില്ല. ഓക്കെ, ഇത് എനിക്കൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഞാൻ എൻ്റെ കിട്ടുന്ന കറൻസി, അതായത് ഞാൻ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന കറൻസി, അത് ഇന്ത്യൻ റുപ്പി ആകാം, US ഡോളർ ആകാം, അല്ലെങ്കിൽ CAD ആകാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സർവീസോ പ്രോഡക്റ്റോ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇത് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് ഹാർഡ് അസറ്റിലേക്ക് മാറണം. പല ആളുകളും റിയൽ എസ്റ്റേറ്റ് മേടിക്കും, അല്ലെങ്കിൽ സ്റ്റോക്സ്, ഗോൾഡ്, സിൽവർ. അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷെ ഞാൻ പറയാം, അതൊക്കെ മേലേക്ക് പോകുന്നൊരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഈ ലെവലിൽ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് ബിറ്റ് കോയിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഞാൻ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അതുക്കും മേളിലാണ്. നിങ്ങളുടെ കയ്യിരിക്കുന്ന നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന എനർജി ബിറ്റ് കോയിനിൽ സേവ് ചെയ്യുക. ഓക്കെ, അത് വലിയൊരു ഹ്യൂജ് ടോപ്പിക്കാണ്, അതിലേക്കൊന്നും പോകുന്നില്ല. ഈ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നിങ്ങളോട് ഞാൻ വന്നത്. ഇത് തെളിവാണ്. നിങ്ങളുടെ കയ്യിൽ ബിറ്റ് കോയിൻ സൂക്ഷിക്കുന്നത്, നിങ്ങളുടെ കയ്യിരിക്കുന്ന കറൻസി കൺവേർട്ട് ചെയ്ത് ബിറ്റ് കോയിൻ ആക്കുക, സേവ് ചെയ്യുക, ബിറ്റ് കോയിനിൽ സേവ് ചെയ്യുക, ബിറ്റ് കോയിൻ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക. ഇതാണ് ഞാൻ കാണിച്ച ബിറ്റ് കോയിൻ സ്റ്റാൻഡേർഡ്. നിങ്ങൾ വർഷങ്ങൾ കഴിയും തോറും നിങ്ങൾക്ക് കുറച്ച് സ്പെൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അതേ പ്രോഡക്റ്റ്, അതിൽ കൂടുതൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾ വേഗം നിങ്ങൾക്ക് റിട്ടയർ ആവാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം ചെയ്യാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ നോക്കുന്നത്. ഏറ്റവും പവർഫുള്ളായിട്ട് വളരുന്ന അസറ്റിലാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ട് വളരുന്ന ഒരേ ഒരു അസറ്റേ ഉള്ളൂ, ബിറ്റ് കോയിൻ. ഒരേ ഒരു അസറ്റ്. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കിയാലും, അതിൻ്റെ അങ്ങേ കൊല്ലത്തെ നോക്കിയാലും, കഴിഞ്ഞ 5 കൊല്ലത്തെ നോക്കിയാലും, കഴിഞ്ഞ 10 കൊല്ലത്തെ നോക്കിയാലും ബിറ്റ് കോയിനെ ബീറ്റ് ചെയ്യുന്ന ഒരു അസറ്റ് ലോകത്ത് മനുഷ്യൻ കണ്ടിട്ടില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഒരു അസറ്റ് ക്ലാസ് ആണ്. ട്രഷറി അല്ലെങ്കിൽ ബോണ്ട് ഒരു അസറ്റ് ക്ലാസ് ആണ്. സ്റ്റോക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് S&P 500, നാസ്ഡാക്ക്, അല്ലെങ്കിൽ നിഫ്റ്റി 50, അല്ലെങ്കിൽ ബാങ്ക് അടങ്ങുന്ന സംഭവം, അതൊരു അസറ്റ് ക്ലാസ് ആണ്. റിയൽ എസ്റ്റേറ്റ്, സിൽവർ, ഗോൾഡ് അസറ്റ് ക്ലാസ് ആണ്. അല്ലാതെ ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റോക്കിനെ അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അസറ്റ് ക്ലാസ്. ഓക്കെ, ഇപ്പോൾ പലരും വന്ന് പറഞ്ഞേക്കാം ഡോജി കോയിൻ അതിന് ബിറ്റ്കോയിനേക്കാളും വളരെയധികം പെർഫോമൻസ് ഉണ്ടല്ലോ. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അസറ്റ്, നിങ്ങൾ വളരെ വിശ്വാസത്തോടെ ഇടാൻ പറ്റുന്നതാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ. അല്ലാതെ ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിളിൻ്റെ സ്റ്റോക്ക് ഒരു അസറ്റ് ക്ലാസ് ആണ് എന്ന് ഞാൻ പറയാൻ ഒക്കത്തില്ല. അസറ്റ് ക്ലാസ് ഉദാഹരണം ഈ പറഞ്ഞ പോലെ S&P 500, നാസ്ഡാക്ക്, റിയൽ എസ്റ്റേറ്റ്, ഗോൾഡ്, സിൽവർ, ഇതൊക്കെയാണ് അസറ്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ആ അസറ്റ് ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഉള്ളതാണ് ബിറ്റ് കോയിൻ. ഓക്കെ, ഇനി അങ്ങോട്ടും, അതായത് നമ്മുടെ തലമുറ കഴിഞ്ഞും അടുത്ത തലമുറയിലും,
എൻ്റെ അടുത്ത തലമുറ, അടുത്ത 1000 കൊല്ലത്തേക്ക്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഈ മനുഷ്യൻ എന്താണ് പറഞ്ഞത് അടുത്ത 1000 കൊല്ലത്തേക്കോ? ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. അസറ്റ് ബിറ്റ്കോയിൻ ഈസ് ഡിഫറെൻറ്റ്. ഓക്കെ, ട്രൈ ടു സ്റ്റഡി അബൌട്ട് ഇറ്റ്. ഇന്നത്തെ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം തോന്നി. വേറെ ഇത് കണ്ടോ, ഇത് വേറെ ഒരു ചാർട്ടാണ്. ഇത് ബ്ലാക്ക് റോക്കിൻ്റെ തന്നെ വേറൊരു ചാർട്ടാണ്. ഇത് S&P 500 ഗോൾഡ് ബിറ്റ്കോയിൻ ത്രൂ മേജർ ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്. അതായത് ലോകത്തിൽ നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇവൻറ്റ്സിൽ S&P 500 ഗോൾഡും ബിറ്റ്കോയിനും എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നാണ്. ഓക്കെ, US ഇറാൻ എസ്കലേഷൻ്റെ സമയത്ത് 2020 S&P 500 2%, ഗോൾഡ് 0%, BTC 12%. 10 ഡേയ്സ് റിട്ടേൺ ആണ്. 60 ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ -7 S&P 500, ഗോൾഡ് 6%, BTC 20%. അപ്പോൾ അവർ ഈ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഈ അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ടീം അവരെ കാണിക്കുന്നത് ബിറ്റ്കോയിൻ എന്തുമാത്രം പവർഫുള്ളാണ്. ലോകത്തിലെ പല ഇഷ്യൂസ് വരുമ്പോഴും ബിറ്റ്കോയിൻ കൂടുതൽ റിട്ടേൺസ് തന്നിട്ടുണ്ട് കമ്പയർ ടു അതർ അസറ്റ് ക്ലാസ്സസ്. S&P 500 ഗോൾഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. നിങ്ങൾ ഈ ലോകത്തെ കാണേണ്ടത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. എനിക്കറിയത്തില്ല നിങ്ങളോട് ഞാനിത് എങ്ങനെ പറഞ്ഞു തരുമെന്നുള്ള കാര്യം. കാരണം ഈ ഒരു വീഡിയോ ഒരാൾ കണ്ടാൽ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഞാനീ പറയുന്നത് കേട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ 1 മില്യണിൽ 1 ചാൻസ്, അല്ല 1 മില്യണിൽ 1 ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ കാണും. ഈ വീഡിയോ കൊണ്ട് ആരും ബിറ്റ്കോയിൻ മേടിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്നതുമില്ല. കാരണം ഇത് ആരും ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ആരും വിശ്വസിക്കണമെന്നൊന്നുമില്ല. എനിക്കറിയാം, ഐ എം ജസ്റ്റ് എ യൂട്യൂബർ. നിങ്ങൾക്കിത് വെരിഫൈ ചെയ്യാം എന്താണ് ബിറ്റ്കോയിൻ എന്നുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ ബുക്സുകളുണ്ട്. സമയം പോയിട്ടില്ല. അപ്പോൾ ടേക്ക് കെയർ. എല്ലാവരും സുഖമായിട്ട് സേഫ്റ്റി ആയിട്ട് ഇരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.